അനിയെ ഇങ്ങനെ കസ്കി കളിക്കാൻ ഷീട്ടിട്. നിങ്ങളൊന്ന് മലർത്തി അടിക്കടാ. ഞാൻ കള്ളക്കായി വികാരം നോക്കിയാൽ മതി കേട്ടോ. മുരളിയെ ജിന്റെ മുഖത്ത് നോക്കിക്ക ഷീട്ടിടാ. അത് എന്റെ മുഖത്ത് നോക്കിക്കല്ല, ഇന്നലെ കള്ളനെ പിടിക്കാൻ പോയിട്ട് ചാടകോയിൽ വിട്ട് പെടലി വിളിക്ക് പോയതാ. ഒന്ന് പോയിടണടാർന്ന്. കള്ളന്റെ വഴി ഓടിയപ്പോഴേ കങ്ങിനോട് ഇടിച്ചിട്ട് പെരടി തിരിഞ്ഞു പോയതാ. അപ്പൊ ഈ കഴിഞ്ഞ് കണ്ടില്ലേ രാത്രിയോ? ഓന എത്ര വലിയ കള്ളനാണെങ്കിലും ഓനെ പിടിച്ചിരിക്കും. ഈ പെരടിയും വെച്ചിട്ടാ കള്ളനെ പിടിക്കാൻ പോണ്. അല്ലടോ, 1-2 ആഴ്ച ഇവിടെ ഒരു കള്ളം കിടന്ന് വലിച്ചത്. ഓനൊന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. വലിയ ഡയലോഗ് അടിക്കുക. ഈ നാട്ടില് നല്ല ആണുങ്ങളിലായിട്ടാടോ. അത് മുരളിയാട്ടോ പറഞ്ഞേ കറക്റ്റാ. ഇനി വല്ലാണ്ട് ആക്കല്ലേ സുധിയെ. അല്ല, പ്രകാശനല്ലേ പറഞ്ഞേ. അനിയേ എല്ലാരും ഉണ്ടല്ലോ. അനിയ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? എന്താണ് പ്രകാശ് ഭായി, പണി ലീവല്ല അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇനി എന്താ പണിക്ക് പോലെ. എടാ സുധിയെ, ഞാൻ കുറച്ച് പുസ്തകം റെഡിയാക്കിയിട്ടുണ്ട്. താമര മാഷ വീട്ടിലാണുള്ളത്. ഇനിയും ദിനേശൻ അത് എടുക്കുക, ക്ലബ്ബ് കൊണ്ടുവെക്കുക. കൊണ്ടുവെക്കൂലേ? ഓ പ്രകാശ് എന്തായാലും കുറച്ച് പുസ്തകം കൊണ്ടുവന്ന നന്നായി. ഈ നാട്ടിൽ കുറച്ച് വായനേന്റെ കുറവുണ്ട്. കഴുത്തിന് എന്ത് പറ്റിയാ? കളനെ പിടിക്കാൻ ഓടിയാ. ഞാൻ അറിഞ്ഞിക്കേ. അനിയേ, നമുക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. കള്ളന്റെ കാര്യത്തിലേ ഉറപ്പായിട്ടും കളി നടക്കട്ടെ. സുധിയെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണേ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി കുമാരട്ടന്റെ വീടിയെ പോയിട്ട് ഓരോ കലി അടിച്ചാലോ? അതാണ്. നിങ്ങളിങ്ങനെ ചീട്ടും കളിച്ച് ചായം കുടിച്ച് നടന്നോളി. നാട്ടിൽ കള്ളന്മാര് പെരിയിക്കുന്നു. 6 ഏക്കർ സ്ഥലം ചീട്ട് കളിച്ച് പോക്കിയ ആളാ വലിയ വർത്താനം പറയുന്നത്. പിന്നെ രാജേട്ടന്റെ വീടിന്റെ ബാക്ക് കൂടിയെ ആരോ ഓടുന്നത് മൂപ്പരെ പഠിച്ചോണ്ടിരിക്കണം. മോള് കണ്ടിക്കണം. രാജേറിന്റെ മോളല്ലേ കണ്ട്. കള്ളനന്നേ അങ്ങനെ കണ്ട് ഉറപ്പിക്കണ്ട. അയ്യപ്പേട്ടന്റെ ഹോട്ടലിൽ കയറി ഒന്നും കിട്ടായിട്ടേ അവിടെയുള്ള തോളവള അവരെ അടിച്ചു കൊണ്ടുപോയി കഴിക്കുന്നത്. എന്നാ പിന്നെ ഓനെ ഏതെങ്കിലും ആശുപത്രിയിൽ നോക്കിയാ മതി. എടോ, കള്ളനെ പിടിക്കാൻ ഒരു നേക്കുണ്ട്. പണ്ട് കാലത്ത് ഞങ്ങളൊരു കള്ളനെ പിടിച്ച കഥയുണ്ട്. അല്ല കഥയാ. പണ്ട് നാട്ടിൽ ഭയങ്കര ഒരു കള്ളന്റെ ശല്യം ഉണ്ട്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടെ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിച്ച്. നീ കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. നീ കേൾക്കുന്നുണ്ടല്ലേ? ഇവന് എത്രയോ തവണ കേട്ടത്, ഞങ്ങളൊക്കെയാ കേൾക്കണ്ടേ. അങ്ങനെ ഇത് കേൾക്കുന്നു. നാട്ടുകാരൊക്കെ കൂടെ വരെ വൈ ഓടി 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 അവസാനം മൂപ്പര സുഹൃത്ത് ശങ്കരനെ കാണാണ്ടായിപ്പോയി. എന്നിട്ട് ഓടി പറച്ചിന് കട എത്തിപ്പോയിക്കുന്നടോ. അവസാനം ഭാഗ്യത്തിന് മുത്തപ്പനെ തൊഴുകാൻ വേണ്ടിയിട്ട് ഒന്തത്തെ ചന്ദ്രനാടെ പോയനെ കൊണ്ട് വരെ കണ്ട്. നോക്കുമ്പോൾ 2 കൂടി അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് നായ്ക്ക് തേങ്ങാപ്പോളം ഇട്ട് കളിക്കല്ലേ. എന്നിട്ട് ആ മൂപ്പർ വലിയ നേക്കിന്റെ കഥ പറയുന്നത്. നിങ്ങളിങ്ങനെ എല്ലാരും കളിയാക്കി നടന്നോളി. ഇടയ്ക്കൊരു ശ്രദ്ധ നല്ലതാണ്. ശ്രദ്ധേനെ പറ്റി പറയുമ്പോ എന്റെ ഓള് സന്ധ്യനെ മാറ്റി നിർത്തി പറയാനാകില്ല. ഇന്നോടാണോ അല്ല ഓരോടാണോ? ഇത് ഇന്നോടാ ഞാൻ പറയുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഓളൊരു അച്ചടക്കം, ബഹുമാനോ ഇതൊക്കെ കണ്ട് പഠിക്കണ ആൾക്കാര്. പിന്നെ സന്ധ്യ ആവുമ്പോഴത്തേക്ക് ജനലും വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് സേഫ് ആക്കും. നമുക്കൊരു സമാധാനം. അത് കുടുംബശ്രീയിലെ ദാക്ഷാനെടുത്തി വരെ എന്നോട് പറഞ്ഞ് ഓളെ കിട്ടിയതിന്റെ ഒരു പുണ്യാണ്. ഇനി പകലാണെങ്കിൽ പോലും ഓളെ കൃത്യത പാലിക്കും. അതെന്നായി സന്ധ്യയോ? പറമോളെ സന്ധ്യേ, സ്വർണം പോയിന്നോ? സന്ധ്യ ഇങ്ങേടിയ കൊട്ടാച്ചേ എന്റെ പടച്ചോനെ, സ്രാവും പോയോ? എനിക്ക് 2 വലുതാ. എന്നാലേ സ്വർണ്ണല്ല പോയത്, സ്രാവോ? എന്റെ അച്ഛൻ എനിക്ക് കൈമോശം വരരുതെന്ന് പറഞ്ഞ് വാങ്ങി തന്നതാ. എന്റെ അച്ഛന്റെ കൈമോശം എന്റെ ആങ്ങൾ ഒരുത്തം കൊണ്ടുപോയിട്ട് 10 മാസം കഴിഞ്ഞിട്ട് അത് കൊണ്ടുതന്ന്. ഞാൻ 2 മാസത്തേക്ക് പണയം വെക്കാൻ ചോദിച്ച പിന്നെ കളിയെന്തേനു? നിങ്ങൾക്ക് മറ്റേ ചീട്ട് കളിച്ച പൈസ കൊടുക്കാനല്ലേ? ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞേ? നിങ്ങൾ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല എന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പൈസ ഒക്കെ പോണത്. ഉത്തരവാദിത്തമാണോടി ഉത്തരവാദിത്തം? നിങ്ങളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. പ്രാവിന്റെ വായിൽ 4 പവൻ കൊട്ടച്ചിട്ട് അടിച്ചിട്ട് വെറുതെ അല്ല നിങ്ങളെ പെടലി തിരിഞ്ഞു പോയത്. എന്ത് പ്രശ്നം ഉണ്ടാക്കല്ല? അല്ല മുരളി, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇത്ര നാളും എന്തേനു? രാത്രി അല്ലേനോ ഇവിടുന്ന് ഓരോന്ന് പോക്കുള്ളേനു. ഇന്ന് പകലാ ഇവിടുന്ന് പോയ 4.5 പവൻ. അല്ല, അനക്കാരെ സംശയം ഉണ്ടോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. എന്റെ ഓള വെച്ച്. എന്താ ഓളെ സംശയിക്കാത്ത? ഓള സ്വർണ്ണോളം എടുക്കല്ലോ. അപ്പൊ അനക്ക് ഞങ്ങളെ സംശയമുണ്ട്. നിങ്ങളെ സംശയമുണ്ട്? എന്നാ വരി, നമുക്ക് പോവാ. കേടെ പോകാനോടോ? ഇവിടുത്തെ ആത്തുനിന്ന് സ്വർണ്ണം കണ്ടിട്ട് ഫോട്ടോ എന്നില്ലേ? ഇതിനൊരു തീരുമാനാക്കിട്ട് പോയാൽ മതി. പ്രകാശ് ഭായ്, മുരളിയേട്ടാ, എപ്പോഴത് സംഭവിച്ചത്? കുറച്ച് മുന്നേ.
ആണോ? നിങ്ങളെപ്പോലത്തെ കുറെ മാന്യന്മാർക്ക് ഇവിടെ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ. പകലാ ഇപ്പം കള്ളം നിറങ്ങുന്നേ. പകല് 4.5 പവനാ പോയത്. പവനൊക്കെ ഇപ്പൊ എന്താ വില? പ്രകാശേട്ടാ 2 ലക്ഷം ഉപ്പേണ്ട മുതലാ പോയത്. സന്ധ്യ ശരിക്കും എന്താ സംഭവിച്ചത്? ഇതിന്റെ കറക്റ്റ് റൂട്ട് അറിയാൻ വേണ്ടിട്ട്. അതിന് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് മുരളേട്ടനാട് പുറത്തേ പോയി. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട്, എന്നിട്ട് ആത്ത് വന്ന് നോക്കുമ്പോണ്ട് അലമാരൊക്കെ തുറന്നു നടക്കണേ. ഈ വാഷിംഗ് മെഷീന്റെ കാര്യം ഇതുവരെ എന്നോട് മിണ്ടിയില്ലല്ലോ. മുരളിയുടെ ഞങ്ങളൊന്നും ഉണ്ടല്ലേ? ഞാൻ വേഗം നമ്മളെ അടുക്കളയിലേ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ആടെ സ്രാവിന്റെ ഡപ്പയിലിട്ടേക്കല്. അതിൽ നോക്കുമ്പോ അയിലുവച്ചന്റെ മാല കാണാനില്ല. ഫ്രണ്ട് ഡോർ തുറന്നിട്ടേനോ? എനിക്ക് ഓർമ്മല്ലേ പ്രകാശേട്ടാ. കുറച്ച് വെള്ളം എടുത്തുണ്ട്. മുരളിയേട്ടാ, ഇത് അങ്ങനെ വിട്ടെടുത്താൻ പറ്റൂല. അനിയെ, ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇതുവരെ രാത്രിയാനും കള്ളന്മാരെ കളി. ഇതിപ്പോ പകല് തുടങ്ങിയില്ലേ? നമ്മളെ ചങ്കിന് താഴേന്ന്. പിന്നെ നമ്മൾ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനിവിടെ ആരാ ആണുങ്ങളിൽ? എന്റെ മുരളിയേട്ട, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പറയല്ലേ. ദിനേശ, കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടണം. ആളെ വിളിച്ചു കൂട്ടുമ്പോഴേ ആ ബാലിനൊടിഞ്ഞങ്ങ് പറഞ്ഞേക്ക്. ഞാൻ ഉണ്ടല്ലോ എന്നോട്. അയ്യോ എന്റെ മുരളിയേട്ട, നിങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് സ്വാർത്ഥപരമായി ചിന്തിക്കില്ല. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് കള്ളനെ പിടിക്കാൻ. ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. ദിനേശൻ പറഞ്ഞാൽ ശരി, ഇത് നമ്മളെ നാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടണം. ഇന്ന് രാത്രി കള്ളനെ പിടിക്കണം, പിടിച്ചിരിക്കണം. പിടിച്ചേ. എന്നാ പോയത്? എന്തൊരു ഭീകര ജീവി. ഇതിൽ കുടുങ്ങിയിട്ടില്ലല്ലോ. കരിവുണ്ടോ? എങ്ങോട്ടാടോ? കള്ളനോ? ഇവിടെ പിടിച്ച തന്നെ കള്ളനെ പിടിക്കാൻ പോവാന്ന് പറയണ്ട ചങ്ങായിമാരെ. അതെ, ഓടുമ്പോ ചൂട്ടിച്ചോടിക്കോളി. അളവ് കഴിഞ്ഞാൽ ഫുള്ള് കഴുകും തോട്ടാ. പെരടിയൊക്കെ അടിച്ച് തിരിഞ്ഞു പോവും. ഇതൊന്നും ഇന്ന് അട്ടപ്പാതർക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ ആരും പറഞ്ഞൊന്നും തരികയല്ല. അല്ല എൻ്റെ അമ്മേ. പ്രകാശ് ഭായി ഇന്നലെ ജസ്റ്റ് മിസ്സാ. എന്റെ കയ്യിന്റെ അടുത്ത് ഞാൻ പിടിച്ചില്ലാന്നുള്ളടത്ത് ഞാൻ പോയത്. ബാക്കിൽ നിന്ന് കണ്ടാല് ഒരു ഹൈറ്റൊക്കെ കുറഞ്ഞ അത്യാവശ്യം ഓവർ ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. പക്ഷെ ഇട്ടത് നൈറ്റിയാ. ഏതോ ആണും പെണ്ണും കെട്ടോനായിക്കടോ. മുരളിയേട്ടങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി പറയല്ല. അനി ഇതെന്താ സംഭവം എന്നറിയോ? ബംഗാളികളും തമിഴന്മാരൊക്കെ വേഷന്മാരെ കക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കാര്യം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഇവരൊന്നും തൊട്ടാ പിറകെ ഓടാൻ പാടില്ല. കത്തിയോണ്ട് കുത്തിയിടൂ. ഞാനത്ര ആലോചിച്ചില്ലട്ടെ. ശ്രദ്ധിക്കണത്. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കള്ളന്റെ പിന്നാലെ ഓടുമ്പോഴേ കഴുങ്ങുള്ള പറമ്പൊക്കെ ഒഴിവാക്കി ഓടിക്കോളി. കത്തിയൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഊരിയെടുക്കാം. പെടലി പോയാ പോക്കാ. നിങ്ങൾ എന്താ മുരളിയേട്ട പറയുന്നത്? ഇന്നലെ നമ്മൾ എന്ത് വിവരക്കേടാ ചെയ്ത്? രാത്രി 8 മണി മുതൽ 12 മണി വരെ ഏത് വീട്ടിലാണ് ലൈറ്റ് ഓഫ് ആക്കുക? വിവരക്കേടല്ലേ? 1 മണി മുതൽ 5 മണി വരെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പറേഷൻ നടത്തണം, കള്ളനെ പിടിക്കണം. ഒരു കാര്യം ചെയ്യും, ഒരു 8 മണി മുതൽ 11 മണി വരെ എല്ലാവരും കിടന്നുറങ്ങിക്കോ. ക്ഷീണം മാറില്ല. നിങ്ങൾ രണ്ടാളും ആ പുഴേൻ്റെ ഭാഗം, നിങ്ങൾ രണ്ടാളും നമ്മളെ പഞ്ചായത്തല്ലേ ആ ഭാഗം. ഈ ഭാഗത്ത് ഞാൻ കുറച്ച് ആൾക്കാരും കൂടി നോക്കാം. അപ്പൊ അനിയെ ഇന്ന് രാത്രി നമ്മൾ കള്ളനെ പിടിക്കുന്നു. പിടിക്കുമ്പോൾ പിടിച്ചേരണേ. ആരാത്? ഞാനാടാ. ഞാനാടിയോ? ഞാനാടല്ല, ദിനേശൻ. ഇനി എന്താടോ റബ്ബർ പാൽ കുടിച്ചിക്കോ? തുള്ളി കളിക്കുന്നേ. അല്ല, കള്ളനെ പിടിക്കാൻ പോണ്ടേ? കള്ളനെ പിടിക്കാൻ ഞാനില്ല മോനെ. പ്രകാശം നമ്മളോട് പറഞ്ഞ ഓർമ്മല്ലേ? ഈ ഭാഗത്ത് പോകാനാ പറഞ്ഞേ. ഇമ്പാകം നോക്കുക ഞാനുണ്ട്. ഈ വാ അങ്ങട്ട്. എൻ്റെ വീട്ടിൽ നിന്നേ 4.5 പവനാ പോയെ. എന്നാലും മുറ്റത്ത് കിടന്ന് തുള്ളി ഇനിയൊന്നും കണ്ടിക്കില്ലല്ലോ.
പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല ഇവിടുന്ന് ഇറങ്ങിയല്ല. അപ്പം ഇത് ഞാൻ ഒറ്റക്ക് തീർക്കേണ്ടി വരൂല്ലേ? നീ പോലെ ദിനേശ് അടക്ക്. അല്ല ഞാൻ പോവാ, വേറെ ആരെ കിട്ടുമോ നോക്കട്ടെ. ആരും നോക്കണ്ടേ, ഒരു നാട്ടിന്റെ കാര്യം നമ്മളൊക്കെ പറഞ്ഞേ. അല്ല ഈ പോരണ്ട, അല്ലാണ്ട് ഇനി ഒറ്റക്ക് പോവാ നട്ടപ്പാത്രക്ക് അടക്ക്. നിങ്ങൾ ഗേറ്റും പൂട്ടി ഉള്ളിൽ കുത്തിരിക്കുക, ഇങ്ങോട്ട് വരീന്. നമുക്ക് ഈ കൊലായി കുത്തി നടിച്ചിന് സന്ധ്യ മയങ്ങുന്നുണ്ട്. സന്ധ്യ മയങ്ങ ഇപ്പോഴോ രാത്രി നട്ടപ്പാർക്ക് നീ നടക്കാറുന്നു. ആ വാടിയെ കാണിട്ടാളി ഇവിടെ വരി കിട്ടും വേഗം. വെള്ളം ഒഴിക്കടോ. വെള്ളം ഒഴിവാക്കിയിട്ട് തന്നെ അടിക്കുന്നത്. മോനെ കരളെല്ലാം കൂടി കത്തിപ്പോവല്ലോ. ഇതാരാപ്പോ? ഏതോ നട്ടപ്പാത്രം. ഹലോ ആ പിന്നെ പോയേർത്ത് നമ്മൾ അനിയന് മുന്നിൽ കൂടി ഒരു കള്ളനെ വടക്കോട്ട് ഓടിയിട്ടുണ്ട്. ആണോ? നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആരാ ദിനേശാ? പ്രകാശേ. പ്രകാശനോ? ഈ നാട്ടിൽ ഏത് നായ്ക്കൾ ചെയ്യുന്നതിനെക്കാട്ടും ഉപകാരം നമ്മളെ നാടിന് പ്രകാശം ചെയ്യുന്നുണ്ട് തന്നെ. നമ്മളെ മെമ്പർ ബാബു ഈ സ്ട്രീറ്റ് ലൈറ്റ് 9ാം വാർഡിലേക്ക് കൊണ്ടുപോയതാ. അത് ആരുത്സാഹത്തിലാണ് ഇപ്പം ഇവിടെ വന്ന്. പ്രകാശനാ? ആ പ്രകാശ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഈ പ്രകാശത്തിന്റെ ചോട്ട് കുതിന്ന് വെള്ളം അടിക്കാൻ കഴിയുന്നുണ്ട്. ഒരെണ്ണം നോക്കി വെള്ളം വേണ്ട. പോയേ. മനസ്സിലായില്ല. ഇതേതാ ബ്രാൻഡ്? നട്ടപ്പാർക്ക് ബ്രാൻഡ് വെക്കാം നിങ്ങള് കുടിക്കാൻ നിൽക്കാണ്ട്. ദിനേശാ, ആ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എനിക്ക് ആരോടും പറയാനായില്ല. വളവ് കഴിഞ്ഞാൽ ഫുള്ള് കങ്ങും തൊട്ടാന്ന് നീ ഒന്ന് പറഞ്ഞോട് കൊടുത്തവനോടൊക്കെ. ഞാൻ പറഞ്ഞോളാ. അവിടെ ചെന്നിട്ട് കങ്ങിനോടടിച്ച് പെരട്ടി തിരിഞ്ഞു ഓരോരുത്തരോട് നീ അങ്ങ് പറഞ്ഞേക്ക്. അത് ഞാൻ പറഞ്ഞോളാം. രാവിലെ വലിച്ചാളി കേട്ടെ. കങ്ങും തൊട്ട ഞാൻ ബോർഡ് എന്തോരം വെള്ളിയാശത്ര അങ്ങോട്ട് പോകാണ്ട് നിങ്ങൾ ഏത് സത്യന്റെ കാര്യം പറയുന്നത്? കുമാരന്റെ പോകാൻ സത്യല്ലേ? തിരക്കാണല്ലേ? പോയി നോക്കിയാലോ? പോയൊക്കെ 3 നടന്മാരും ഒരു നടിയുണ്ടല്ലോ. അതൊക്കെ എടുത്തോ. വാ. കുപ്പിയണ്ട. മൂന്നാമത് ഒരു പെണ്ണെ പിച്ചിച്ചിന്തോ. അല്ല അവളെ എന്താ എന്റെ പ്രശ്നം? ആരാട്ടാ ഇത്? ആരാന്നറിയില്ലെന്ന് ഞങ്ങളിപ്പോ ഓടിച്ചിട്ട് പിടിച്ചതാ. കവളാണത്. ആരാടത്? പ്രകാശനെ പോലല്ലത്. പ്രകാശനെ പോലെയല്ലടാ. പ്രകാശൻ തന്നെ. ഇവിടെ പ്രകാശ ഇതല്ല എൻ്റെ പരിപാടി. ഒറ്റ കുത്തിനുണ്ടല്ലോ പകൽമാന്യൻ. നാടിൻ്റെ നന്മയും പറഞ്ഞ് ഈ കുറേ കാലം ഞങ്ങളിട്ട് ഇങ്ങനെ ഓടിക്കണ്. നിങ്ങളൊക്കെ അല്ലേ അവനെടുത്ത് തലയിൽ വെച്ച്? തലയിലൊക്കെയാണോ? എല്ലാം നിങ്ങളെല്ലാവരും അല്ലേ നീ പറഞ്ഞ ഇയാൾ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കണമെന്ന്? അങ്ങനെയാണെന്ന് വെച്ചാൽ ചിഹ്നം മാക്സി. എനിക്കെന്താണ്ട് ഇവിടെ നട്ടപ്പാതിരിക്ക് പരിപാടി? വയ്യൊടുക്കടാന്ന്. എനിക്കെന്താ നട്ടപ്പാതിരിക്ക് പരിപാടി ഇവിടെ? എന്തിനാണ്ട് ഇവിടെ? ഞാൻ എന്തിനു വന്നാന്നു, ആര് വിളിച്ചിട്ട് വന്നാന്നു ഇവിടെ വെച്ച് പറഞ്ഞ ഇവിടെ നിൽക്കുന്ന പലരെയും കുടുംബം കലങ്ങും. പറയണേ ഞാൻ പറയണോ? അത് ശരി, നിങ്ങൾ കമ്പനിക്കാർ തമാശ കളിക്കുന്നതിന് എന്നെ കൂട്ടിക്കാലോ നട്ടപ്പായർക്ക്. ഇന്ന് മനുഷ്യനെ ഓടിച്ചിങ്ങാണ്ടി കേട്ടോ. നിങ്ങൾ ഉളക്കമ്മൽ പോയിക്കോളി. പ്രകാശ, ഇനി ആര് വിളിച്ചിട്ടാ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം അല്ലേ ദിനേശാ? പുതിയ പോയോ? സത്യം പറ പ്രകാശ, ഇനിപ്പോയ കൂട്ടത്തിൽ ഏതോൻ്റെ ഓള് വിളിച്ചിട്ടാ ഇപ്പം ഇങ്ങോട്ട് വന്ന്? ഞാൻ സന്ധ്യേച്ച് വിളിച്ചിട്ട് വന്ന. സന്ധ്യയോ? ആ
സന്ധ്യ എന്ന് പറയുമ്പോൾ എൻ്റെ ഓളല്ലേ ഈ പരിസരത്ത് സന്ധ്യ ആയിട്ടുള്ളൂ. ആ സന്ധ്യച്ച് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ട് കുടുംബശ്രീ ഇല്ലാതെ അച്ഛനെ എടുത്തിട്ട് ചോദിച്ചു നോക്ക്. എന്ത് കുടുംബശ്രീയില്ലാതെ ആട്ടാഞ്ഞടാ? നീ എന്താ മനസ്സിലാക്കി എന്നെ പറ്റി? എന്റെ സന്ധ്യനെ പറ്റി നീ എന്താ മനസ്സിലാക്കി? ഞാൻ തറവാടിനെ പറ്റി നീ എന്താ മനസ്സിലാക്കി? നാലര പാവേ കൈ എടുക്കാന്ന് നിങ്ങൾ നാളെ പറഞ്ഞു ഞാൻ എടുത്തിക്കില്ല. പിന്നെ അതെടുപ്പോയിടോ? അത് എവിടെ പോയി നിങ്ങൾ ഇന്നോടാ ചോദിക്കുന്നത്? അതാണോ അപ്പോ ഏതാണ് നിങ്ങളെ 4.5 പവന്റെ ജ്വല്ലറി?